ലാപ്ലാസ് ട്രാൻസ്ഫോം ഇത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോം ആണ്. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഡെവലപ്പ് ചെയ്തതാണ്. ലാപ്ലാസ് എന്നുള്ള സയന്റിസ്റ്റിന്റെ ഒരു നെയിമിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളൂ. ഹെവിസൈഡ് ആണ് അത് കണ്ടുപിടിച്ചത്. അത് ഹെവിസൈഡ് എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ലാപ്ലാസ് ഒരു നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുള്ള സയന്റിസ്റ്റ് ആണ്. ലാപ്ലാസ് ഇക്വേഷൻ പഠിച്ചു. പ്രോബിലിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ലാപ്ലാസിന്റെ കൂടുതൽ വർക്ക്സ് ഉള്ളത്. പക്ഷെ പുള്ളിയുടെ കോൺട്രിബ്യൂഷനെ ആദരിക്കുന്നതിന് വേണ്ടി പുള്ളിയുടെ കാലം കഴിഞ്ഞ ഒരു സെഞ്ചുറിക്ക് കഴിഞ്ഞിട്ടാണ് ഹെവിസൈഡ് ഇത് കണ്ടുപിടിച്ചത്. അതിനുശേഷമാണ് ലാപ്ലാസ് ഹെവിസൈഡ് ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തത്. അത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. മെയിൻലി ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ കാരാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ സിഗ്നൽസിന്റെ അനലോഗ് സിഗ്നൽസ് അതിന് വേണ്ടിയുള്ളതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് ആയുള്ളതിനില്ല, കോംപ്ലക്സിനില്ല. പക്ഷെ കിട്ടുന്ന വാല്യൂ ദ വാല്യൂ ഈസ് എൽ ഓഫ് എഫ് ഓഫ് ടി. ഇതാണ് അതിൻ്റെ നൊട്ടേഷൻ. അല്ലെങ്കിൽ എൽ ഓഫ് എഫ് രണ്ട് രീതിയിൽ നൊട്ടേറ്റ് ചെയ്യും. നമ്മൾ എൽ ഓഫ് എഫ് ഓഫ് ടി തന്നെയാണ് ഞാൻ കൂടുതൽ എഴുതുക. എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫൈൻഡ് ആസ് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. അതിൽ ഈ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിച്ച് ഈസ് എ കോംപ്ലക്സ് ഓർ റിയൽ, രണ്ടും ആവാം. കോംപ്ലക്സ് ആവാം, റിയൽ ആവാം. കോംപ്ലക്സ് ഓർ റിയൽ. അപ്പം നമ്മളൊരു നോൺ നെഗറ്റീവ് നമ്പറിന്റെ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ്. അത് ഫങ്ഷൻ ഓഫ് എസ് ആണ്. ഈ കിട്ടിക്കഴിയുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടി ഒക്കെ പോവും. നമ്മുടെ ടി ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. അപ്പോൾ ടി മാറിയിട്ട് ഫംഗ്ഷൻ എസ്സിലോട്ടുള്ളതായിട്ട് മാറും. അപ്പോൾ എഫ് ഓഫ് എസ് ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഡെഫിനിഷൻ. പക്ഷെ ഒരു കണ്ടീഷനോടെ ഉണ്ട്, പ്രൊവൈഡഡ് ദിസ് ഇന്റഗ്രൽ ഷുഡ് എക്സിസ്റ്റ്. ഈ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിലാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നുള്ള ഡെഫിനിഷൻ ഉള്ളൂ. ഇനി ഇതിൽ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എൽ ഓഫ് 0 ഈക്വൽ ടു 0 എന്നുള്ളത് പ്രൂഫ്, അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൂഫ് വേണം. അപ്പോൾ എൽ ഓഫ് 0 ഈക്വൽ ടു 0 അതാണ് നമ്മളിനി കാണിക്കാൻ പോണത്. അപ്പോൾ എൽ ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡെഫിനേഷൻ കൊടുത്തു. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി എന്താണ്? ഹിയർ എഫ് ഓഫ് ടി ഈക്വൽ ടു 0. അപ്പോൾ 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇതിൻ്റെ ഇൻ്റഗ്രേറ്റ് എഴുതുമ്പോൾ 0 വിച്ച് ഈസ് ഈക്വൽ ടു സിൻസ് എഫ് ഓഫ് ടി ഈക്വൽ ടു 0. ഡെഫിനേഷനും എല്ലാത്തിനും. അപ്പോൾ ഇതാണ് എൽ ഓഫ് 0. ഇനി അടുത്തത് എൽ ഓഫ് 1. സെക്കൻഡ് ഇത് ചെയ്യേണ്ടത് എൽ ഓഫ് 1. എൽ ഓഫ് 1 ഈക്വൽ ടു 1/s, എസ് ഗ്രേറ്റർ ദാൻ 0. നമ്മൾ എൽ ഓഫ് 1 ചെയ്യാനായിട്ട് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഡെഫിനിഷൻ എഫ് ഓഫ് ടി ഏതാണ്? ഇവിടുത്തെ എഫ് ഓഫ് ടി 1 ആണ്. 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. സിൻസ് എഫ് ഓഫ് ടി ഈക്വൽ ടു 1 which is equal to integral 0 to infinity e raised to minus st dt. ഇനി e raised to x ന്റെ ഇന്റഗ്രൽ എന്താണ്? e raised to x തന്നെ. e raised to ax ആവുമ്പോൾ അതിന്റെ കോഎഫിഷ്യന്റോടെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇതിന്റെ കോഎഫിഷ്യന്റ് മൈനസ് എസ്, അത് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി. സോ e raised to മൈനസ് ഇൻഫിനിറ്റി മൈനസ് പിന്നെ ഒരു എക്സ്ട്രാ മൈനസ് അവിടെ ഉണ്ട്. 0 കൊടുത്തു കഴിയുമ്പോൾ 1 by minus s which is equal to 1/s. e raised to minus infinity യുടെ വാല്യൂ since e raised to minus infinity equal to 0. അടുത്തത് തേർഡ് പറഞ്ഞിരിക്കുന്നത് L of t equal to 1/s. ഇതാണ് നമ്മൾ ഇനി കാണിക്കേണ്ടത്. which is equal to നമ്മളിപ്പോൾ ആദ്യം L of t ഡെഫിനേഷൻ എഴുതി. which is equal to integral 0 to infinity e raised to minus st into
1 by s അല്ല e raised to minus st f of t dt. e raised to minus st into t dt. ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഏതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത്? t ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. which is equal to integral 0 to infinity t e raised to minus st dt. which is equal to first function into integral of second e raised to minus st by ഇവിടെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് റൂൾ ബൈ പാർട്സ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുക. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഇവിടുത്തെ ലിമിറ്റ് 0 to infinity ആണ്. ഇൻ്റഗ്രൽ ഓഫ് 0 to infinity ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടിയുടെ ഡെറിവേറ്റീവ് 1 integral of second dt. ഇതിന് വാല്യൂസ് കൊടുത്തു കഴിയുമ്പോൾ ആദ്യം ഇൻഫിനിറ്റി കൊടുത്തു കഴിയുമ്പോൾ e raised to minus ഇൻഫിനിറ്റിയുടെ വാല്യൂ വരും. ടിക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇൻഫിനിറ്റി ഇൻറ്റു e raised to minus ഇൻഫിനിറ്റി ബൈ മൈനസ് എസ്. അടുത്തതിൽ 0 ഇൻറ്റു e raised to minus s into 0 by c. പക്ഷെ 0 by വരും മൈനസ് എസ് മൈനസ് ഇവിടുത്തെ മൈനസ് എസ് കൂടെ ചേർത്തത് നമുക്ക് പ്ലസ് ആയിട്ട് എഴുതാം. 0 to infinity e raised to minus st dt. ഇവിടെ ഒരു 1 by s എക്സ്ട്രാ ഉണ്ട്, അത് നമ്മൾ വെളിയിലേക്ക് എടുത്തു. which is equal to ഇവിടെ e raised to minus infinity എന്നുള്ള ടേം 0 ആണ്. പിന്നെ അടുത്തത് 0 ഉള്ള ടേംസ് അതും 0 ആവും. which is equal to 1 by s into e raised to minus st യുടെ ഇൻ്റഗ്രൽ e raised to minus st by minus s from 0 to infinity which is equal to 1 by s. ആദ്യത്തെ പാർട്ട് 0 ആണ്. which is equal to e raised to minus infinity minus e raised to 0 എന്ന് പറഞ്ഞാൽ 1 by minus s which is equal to 1 by s. 1 by s into 1 by s into 1 by s which is equal to 1 by s square comma s greater than 0. അതാണ് തേർഡ് റിസൾട്ട്. നമ്മൾ 3 റിസൾട്ടാണ് പഠിച്ചത്. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് അതിൻ്റെ ഡെഫിനേഷനാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഇസ് L of f of t which is equal to integral 0 to infinity e raised to minus st f of t dt. നമ്മൾ 3 റിസൾട്ടാണ് പ്രൂവ് ചെയ്തത്. ഫസ്റ്റ് വൺ L of 0 equal to 0, അടുത്ത L of 1 equal to 1, അടുത്തത് L of t equal to L of 1 equal to 1 by s, L of t equal to 1 by s square. ഇനി നാലാമത്തെ റിസൾട്ട് L of t raised to n is equal to n factorial by s raised to n plus 1 where s greater than 0 n equal to 1 2 3 etc. equal to illa s greater than 0. ഇതിൻ്റെ പ്രൂഫിന് ഈ പ്രൂഫ് ഇടയ്ക്കിടയ്ക്ക് എല്ലാ വർഷവും തന്നെ മിക്കവാറും തന്നെ ചോദിക്കുന്ന പ്രോബ്ലമാണ്. L of t raised to n is equal to അത് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്തു. ഇൻ്റഗ്രൽ 0 to infinity e raised to minus st into f of t dt. ഇവിടുത്തെ f of t is t raised to n which is equal to ഈ t raised to n എന്നുള്ളത് ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അതായത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ ഇത് ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് t raised to n. ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കേണ്ടത് t raised to n. t raised to n into e raised to minus st dt which is equal to ഇനി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഇൻറ്റു integral of second e raised to minus st by minus s minus of integral of derivative of first n into t raised to n minus 1 into e raised to minus st by minus s dt.
which is equal to then നമ്മൾ tക്ക് 0 കൊടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് വണ്ണിൽ t raised to n 0 ആവും. അടുത്തതിൽ e raised to minus st എന്ന് പറയുന്നത് അല്ല, ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ e raised to minus st 0 ആവും. നെക്സ്റ്റ് നമ്മൾ 0 അപ്ലൈ ചെയ്യുമ്പോൾ t equal to 0. അപ്പോൾ പ്രോഡക്റ്റ് വിൽ ബി ദാറ്റ് ടൈം വിൽ ബി 0. ഇനിയിപ്പോൾ ഇതിൽ ഈ മൈനസ് ഉണ്ട്, മൈനസ് n by s വെളിയിലെടുത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളത് 0 to infinity t raised to n minus 1 e raised to minus st dt. which is equal to minus ഇത് 0 ആയി, മൈനസ് അങ്ങോട്ട് പ്ലസ് n by s into integral 0 to infinity t raised to n minus 1 e raised to minus st dt. The minus t ആണ്, which is equal to n by s into Laplace transform of t raised to n minus 1. നമ്മുടെ t raised to n minus 1 ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ f of t. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷനിൽ വി സബ്സ്റ്റിറ്റ്യൂട്ട് replace n by n minus 1, n minus 2, etc. up to 3 and 2. We get L of t raised to n is അപ്പോൾ ആദ്യത്തേൽ വരുന്നത് n ന് n minus 1 കൊടുത്തു. അപ്പോൾ L of t raised to n minus 1 is equal to n സ്ഥലത്ത് n minus 1 by s L of t raised to n minus 2. അടുത്തതിൽ L of t raised to n minus 2 is equal to n minus 2 by s L of t raised to n minus 3 like that. ഇങ്ങനെ പോരുമ്പോൾ ലാസ്റ്റ് വന്നിട്ട് നമ്മൾ 3 കൊടുക്കുമ്പോൾ L of t cube is equal to 3 by s L of t square, and L of t square is equal to 2 by s into L of t, and L of t യുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 1 by s square. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം കൂടി ഇപ്പോൾ കിട്ടിയ വാല്യൂസ് എല്ലാം കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ therefore ഇനി നമ്മൾ ഇപ്പോൾ കിട്ടിയ എക്സ്പ്രഷൻ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. സോ L of t raised to n is equal to n by s into L of t raised to n minus 1. L of t raised to n minus 1 is n minus 1 in by s into L of t raised to n minus 2. അപ്പോൾ L of t raised to n minus 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ n minus 2 by s into L of t raised to n minus 3. അങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ L of t cube ആകുമ്പോഴത്തേക്കും 3 by s into L of t square, which is equal to 2 by s into this is 3 1 by s square. അപ്പോൾ എല്ലാം കൂടെ എടുത്തു കഴിയുമ്പോൾ which is equal to n into n, ന്യൂമറേറ്ററിൽ n into n minus 1 into n minus 2 into etc. up to 1. So this is n factorial. ഡിനോമിനേറ്ററിൽ എല്ലാം കൂടെ s raised to n plus 1. So ഇതാണ് L of t raised to n ന്റെ പ്രൂഫ്. നെക്സ്റ്റ് റിസൾട്ട് L of e raised to 8t is equal to 1 by s minus a. ഇതാണ് നമ്മളിനി കാണിക്കേണ്ടത്, 1 by s minus a. അതിന് അതിൻ്റെ പ്രൂഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to 8t which is equal to ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ ഇൻ്റഗ്രൽ 0 to infinity e raised to minus st into e raised to 8t dt. നമുക്കിതിൽ ഇൻ്റഗ്രൽ 0 to infinity e raised to minus of s minus a into t, അങ്ങനെ നമുക്കിതിനെ കമ്പൈൻ ചെയ്തെഴുതാം. which is equal to e raised to minus of s minus a by s minus of s minus a from 0 to infinity. നമ്മൾ ആദ്യത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ when s equal to infinity e raised to minus infinity equal to 0. when s equals 0 numerator will be 1, denominator ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഓഫ് s minus a which is equal to 1 by s minus a. ഇനി സിക്സ്ത് റിസൾട്ട് L of sin 80 is equal to a by s square plus a square.
നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ പ്രൂഫിനും ഇൻ്റഗ്രേറ്റ് ചെയ്ത് തന്നെ ചെയ്യാം. സോ എൽ ഓഫ് സൈൻ എ ടി ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഇൻ്റഗ്രൽ 0 to infinity e raised to minus st sin a t dt. ഇനി അതിന് നമ്മൾ ഈ ഇൻ്റഗ്രൽ മാത്രം നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ലാതെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വിച്ച് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു e raised to minus st into integral of sin a t is minus cos a t by a minus integral of derivative of e raised to minus st minus s into e raised to minus st into minus cos a t by a dt which is equal to ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് e raised to minus st cos a t by a. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഇവിടെ ഉണ്ട്, ഇതൊരു മൈനസ്, ഇവിടെ സെക്കൻഡ് മൈനസ്, ഇവിടെ തേർഡ്, 3 മൈനസ് വേണ്ടി മൈനസ് കോൺസ്റ്റൻ്റ് ഒരു എസ് ഉണ്ട്, എ ഉണ്ട്, എസ് ബൈ എ വെളിയിലെടുത്തു. ഇൻ്റഗ്രൽ e raised to minus st cos a t dt. ഞാൻ ഇൻ്റഗ്രലോടെ വാല്യൂറ്റ് ചെയ്യുക. മൈനസ് e raised to minus st cos a t by a minus s by a which is equal to s by a. ഇത് ഇവാലുവേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇൻറ്റു e raised to minus st into integral of cos a t. cos a t is integral cos a t is sin a t by a minus integral of derivative minus s into e raised to minus st integral of cos a t. Integral of cos a t is sin a t by a dt. ഇനി നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് e raised to minus st cos a t by a minus s by a square e raised to minus st sin a t മൈനസും മൈനസോടെ വരുമ്പോൾ പ്ലസ് മൈനസ്, ഇവിടെ മൈനസും മൈനസും പ്ലസ്, പിന്നെ ഒരു പുറത്തൊരു 1 2 3 3 മൈനസ് പ്ലസ്, അപ്പോൾ സോ മൈനസ് കോൺസ്റ്റൻ്റ് എല്ലാം കൂടെ എടുക്കുമ്പോൾ വെളിയിലെടുക്കുമ്പോൾ എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻ്റഗ്രൽ e raised to minus st sin a t dt. ഈ ഇപ്പോൾ രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു ഇൻ്റഗ്രൽ e raised to minus st sin a t dt ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലും ഒരു ഇൻ്റഗ്രൽ 0 to infinity e raised to minus st sin a t dt കിട്ടി. അപ്പോൾ അതിന് നമുക്ക് കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടൈം 1, ലെഫ്റ്റ് സൈഡിലെ കോൺസ്റ്റൻറ്റ് ടൈം 1, റൈറ്റ് സൈഡിൽ പ്ലസ് എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു e raised to minus st sin a t dt which is equal to e raised to minus st, ഇവിടെ ഒരു മൈനസോടെ ഉണ്ട്, which is equal to minus e raised to minus st cos a t by a by minus s by a square e raised to minus st sin a t. ഇനി അതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിനെ എ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ e raised to minus st sin a t എന്ന് എഴുതാം. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് e raised to minus st ടേം ഉണ്ട്. ഇവിടെ താഴത്തെ ലെഫ്റ്റ് സൈഡ് എൽസിയം എ സ്ക്വയറും വെളിയിൽ എടുക്കുകയാണെങ്കിൽ ദിസ് ബിക്കം എ കോസ് എ ടി മൈനസ് എ കോസ് എ ടി മൈനസ്
minus a cos 80 minus cos 80 minus s sin 80 എന്ന് എഴുതാം. ഇങ്ങനെ മൈനസും കൂടെ നമുക്ക് വെളിയിൽ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ 80 ഡി ടി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ. ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലുള്ള കോൺസ്റ്റൻറ്റ് അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടി, ഈ കോമൺ ടൈമിൽ ഒരു മൈനസോടെ നമുക്ക് വെളിയിലെടുക്കാം. ബൈ എ സ്ക്വയർ ഇൻറ്റു എ കോസ് 80 പ്ലസ് എസ് സൈൻ 80. ഇനി നമുക്ക് എ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് ഇൻ്റഗ്രൽ therefore ഇൻ്റഗ്രൽ 0 to infinity e raised to minus st sin 80 dt is equal to e raised to minus st by a square plus s square into a cos 80 plus s sin 80 all from 0 to infinity. Which is equal to നമ്മളിനി 0 എന്നുള്ള വാല്യൂ, അപ്പം നമ്മളിനി അതിനകത്ത് അതിന് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റിയും ലോവർ ലിമിറ്റ് 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ ആദ്യത്തെ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂ വിൽ ബി 0 ആൻഡ് നമ്മൾ ലോവർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് ടേം ഈസ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ട് ഇ റേസ് ടു മൈനസ് എസ് ടി കോസ് എ കോസ് 80. അതിൽ കോസിൻ്റെ വാല്യൂ കോസ് 0 ഈസ് 1, സോ ഇറ്റ് വിൽ ബി എ. അവിടുത്തെ മൈനസ് വെളിയിലുണ്ട്, മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി ആണ് നമ്മൾ വെളിയിലുള്ളത്. അതുകൊണ്ട് രണ്ട് മൈനസ്, ലോവർ ലിമിറ്റ് കൊടുക്കാൻ വേണ്ടി വരുന്ന മൈനസും പിന്നെ ടേമിലുള്ള മൈനസും, അങ്ങനെ രണ്ട് മൈനസ്. പിന്നെ അടുത്തത് സൈൻ ടേം ഈസ് 0, സോ എ ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ദെർഫോർ എൽ ഓഫ് സൈൻ 80 ഈസ് ഈക്വൽ ടു എ ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. Similarly, we can prove that L of cos 80 is equal to L of cos 80 is equal to S by S square plus A square. അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല, ഇതേപടി തന്നെ ചെയ്യുക. അടുത്ത റിസൾട്ട് L of sin h80 is equal to A by S square minus A square. ഇവിടെ നമ്മൾ യൂസ് ചെയ്യണത് sin h80 is equal to e raised to 80 minus e raised to minus 80 by 2. ഈ വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യണത്. സോ എൽ ഓഫ് സൈൻ h80 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇ റേസ് ടു 80 മൈനസ് ഇ റേസ് ടു മൈനസ് 80 ബൈ 2 ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു 1/2. കോമൺ ആയിട്ട് വെളിയിലെടുക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു ടി minus e raised to minus of s plus a into t dt which is equal to 1/2 into e raised to minus of s minus a by minus of s minus a minus e raised to minus of s plus a by s plus minus of s plus a from 0 to infinity, which is equal to 1/2 into ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ ആദ്യത്തെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0, അടുത്തത് മൈനസ് ഇൻഫിനിറ്റി വരും 0. 1 കൊടുത്തു കഴിയുമ്പോൾ 1 ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ മൈനസ് 1 ബൈ മൈനസ് ഓഫ് എസ് പ്ലസ് എ. which is equal to 1/2 into മൈനസുകളൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1 ബൈ എസ് മൈനസ് എ മൈനസ് 1 ബൈ എസ് പ്ലസ് എ. ഇനി അതിൻ്റെ എൽ സി എം എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ. ഇവിടെ 1/2 വെളിയിലുണ്ടായിരുന്നു. ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ എസ് പ്ലസ് എ മൈനസ് ഓഫ് എസ് മൈനസ് എ
which is equal to 1/2 into എസും മൈനസസും ക്യാൻസൽ ആവും. എയും മൈനസ് ഓഫ് മൈനസ് എയും കൂടെ വരുമ്പോൾ 2a ബൈ എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ. 2 2 ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് എ. എസ് മൈനസ് എ ബൈ എസ് പ്ലസ് എ ഈസ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടി. ഇതുപോലെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടി ഈസ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതുപോലെ തന്നെ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് എ ടിയും സിമിലർ ആയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ മൈനസ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇവിടെ നമ്മൾ കോസ് എച്ച് എ ടിയുടെ വാല്യൂ ആയിട്ടെടുക്കുന്നത് ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ബൈ 2. ഈ വാല്യൂ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യണത്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് എ ടി ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതും ഞാൻ ഡെറൈവ് ചെയ്യണില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക.